PSA, ladies, this is not a filter. You can get burnt from using retinol. ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അതിന്റെ കാരണം എന്തായിരിക്കും? ഈയിടെയായിട്ട് ഓൺലൈൻ കാണുന്ന ഒരു കാര്യമാണ് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട്. കൂടുതലും ടീനേജേഴ്സ് ആണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. സെറംസ്, മോയ്സ്ചറൈസേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ആ ഒരു ഫാൻ ബേസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് സെറംസ് ആർ ആക്റ്റീവ് ഏജൻസ്. അപ്പോൾ ആക്റ്റീവ് ഏജൻസ് ഓരോ സ്കിന്നിനും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ അത് സ്കിൻ എടുക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആവട്ടെ, റെറ്റിനോൾസ് ആവട്ടെ, അതൊക്കെ ഒരു പെർജിങ് ഉണ്ടാക്കുകയും അതുപോലെ സ്കിൻ ഇറിറ്റന്റ് ആവുകയും ചെയ്യും. നമ്മൾ കണ്ട ഈ ഇമേജ് എന്ന് പറയുന്നത് റെറ്റിനോളിന്റെ ഇംപ്രോപ്പർ യൂസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ആക്റ്റീവ് ഏജൻസ് യൂസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ ഗൈഡൻസ് വേണം. ആ സ്കിൻ ടൈപ്പ് നോക്കി വാട്ട് എവർ സ്യൂട്ട്സ് യു എന്നുള്ളത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഓക്കെ ആണ്, പക്ഷേ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ചൂസ് ചെയ്യേണ്ട ആക്റ്റീവ് ഏജൻസ് ഉണ്ട്. അതങ്ങനെ മാത്രം ചൂസ് ചെയ്യുക. കണ്ണിൽ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം വാരിത്തേക്കുന്ന ഒരു ഫ്രണ്ടില്ലേ നിങ്ങൾക്ക്, അവരുടെ സ്കിൻ ഇതുപോലെ ആവാതിരിക്കാൻ ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. ഹെൽപ്ഫുൾ ആയിരിക്കും.